നല്ല ഫ്രഷ് ചൂരമീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പാചകം ചെയ്ത് നോക്കുക. ചോറ് കഴിക്കാൻ മറ്റ് കറികളൊന്നും ആവശ്യം വരില്ല. എങ്കിലും കൂട്ടിന് മുരിങ്ങയിലയിട്ട സാമ്പാറും കൂടെയാണെങ്കിലോ ഈ ഒരു കോമ്പിനേഷന്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും നിങ്ങളുടെ വീട്ടിലെ ലഞ്ച് ഇതായിരിക്കും. റെസിപ്പി പറഞ്ഞുതരാം. ചൂരമീൻ മേടിക്കുമ്പോൾ മുള്ളില്ലാത്ത പീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതിന്റെ ആദ്യത്തെ പ്രോസസ്സ് തന്നെ മീൻ ഫ്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ വീടുകളിൽ ഫിഷ് എങ്ങനെ ഫ്രൈ ചെയ്യുമോ അതേ രീതി തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ പിടിക്കാനായിട്ട് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം ഫ്രൈ ചെയ്യാൻ. മീൻ അധികം മൊരിഞ്ഞു പോകാതെ തന്നെ എടുക്കണം. റോസ്റ്റ് ചെയ്യാനുള്ള ഇത്രയും സാധനം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിവെച്ചോ ആവശ്യമുണ്ട്. മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കടുകും ഉലുവയും വറ്റൽമുളകുമാണ് ആദ്യം ചേർക്കേണ്ടത്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റോളം ഇളക്കി കൊടുത്ത് ഈ ഒരു രൂപത്തിൽ ഈ മസാല എത്തിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ചേർത്ത് കൊടുക്കുക. മീൻ ഉടഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഈ സമയം കൊണ്ട് മീനിൽ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ചോറ് താല്പര്യമില്ലാത്തവർക്ക് അപ്പത്തിന്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ രീതിയിലുള്ള ഫിഷ് റോസ്റ്റ് നല്ല ഒരു കോമ്പിനേഷനാണ്. ഫിഷ് ഫ്രൈ ചെയ്ത സമയത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കൂടുതൽ ചേർത്തതുകൊണ്ട് തന്നെ മീനിന് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. സാമ്പാർ പരിപ്പ് കൊണ്ട് മുരിങ്ങയില സാമ്പാറും കൂടെ ഒന്ന് പാചകം ചെയ്യാം. തമിഴ്നാട്ടിലാണ് മുരിങ്ങയില സാമ്പാർ കൂടുതലായി കണ്ടുവരുന്നത്. പരിപ്പും തക്കാളിയും ബോയിലാവുമ്പോൾ മഞ്ഞൾപ്പൊടി, കുറച്ച് കായം, ഉപ്പും ചേർക്കണം. ഇതിലേക്ക് പുളിവെള്ളവും സാമ്പാർ പൊടിയും ചേർത്ത് മിക്സാക്കി എടുക്കണം. സാമ്പാർ വയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത്രയും സാധനം മൂപ്പിച്ച് ഇതിലേക്ക് മിക്സാക്കി എടുത്താൽ നമ്മുടെ മുരിങ്ങയില സാമ്പാർ റെഡി. കടുക് പൊട്ടിയതിനു ശേഷം ചെറിയ ഉള്ളി, വറ്റൽമുളക്, മുരിങ്ങയിലയും ചേർക്കാം. ഇല കൂടുതൽ വേണ്ടവർക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് എത്ര വേണേലും ചേർത്ത് കൊടുക്കുക. ഇത് വാടി വരുന്ന സമയത്ത് മല്ലിയിലയും കൂടെ ചേർക്കണം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില സാമ്പാറിന്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇനി ആ മുരിങ്ങയില നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില സാമ്പാറും റെഡി. ഇനി ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്, പറഞ്ഞുതരാം. മസാലയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ മീനിൽ പിടിച്ചിട്ടുണ്ട്. മീൻ അധികം മൂപ്പിക്കാത്തതുകൊണ്ട് അതിന്റെ ഉൾഭാഗം കണ്ടോ നല്ല സോഫ്റ്റുമാണ്, ജ്യൂസിയുമാണ്. ഇനി നമുക്കിത് കഴിക്കുന്ന പരിപാടി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ ടിപ്പും കൂടെ ചെയ്യാനുണ്ടെന്ന്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കഴിച്ചാൽ ടേസ്റ്റ് ഒരല്പം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്പൂൺ നെയ്യും കൂടെ ഈ ചൂട് മുരിങ്ങയില സാമ്പാറിൽ ഒഴിച്ച് നമ്മുടെ മീൻ റോസ്റ്റിൽ നിന്ന് ഒരു പീസ് ചൂരമീനും കൂടെ വെച്ച് ആ റോസ്റ്റിൽ കുറച്ച് മസാലയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കണം. എന്നിട്ടൊന്ന് കഴിച്ചു നോക്കണം. ഈ ഒരു കോമ്പിനേഷന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കിടിലമാണ്.